ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ? ആര് ജയിക്കുന്ന തോന്നുന്നത്? കേരളത്തിൽ പൊതുവെ UDF ആണ്. ഞാൻ UDF ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. LDF വന്നാൽ നന്നായിരിക്കും. LDF എങ്ങനെ നോക്കിയാലും വന്നിട്ട് വലിയ കാര്യമായിരിക്കട്ടെ. UDF ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നണ കോൺഗ്രസ് ജയിക്കുന്ന. അങ്ങനെയാണെങ്കിൽ UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാവും? VD സതീശൻ. VD സതീശൻ. There is no doubt. സംശയമില്ല. ഇപ്പോഴത്തെ കളികൾ കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും അർഹത VD സതീശനാണ്. VD സതീശനായിരിക്കും. VD സതീശനായിരിക്കും. പറവൂരത്തെ പറവൂര്. ചേട്ടാ നമസ്കാരം. എന്താ പേര്? രാജഗോപാൽ. രാജഗോപാൽ. എന്താ ചെയ്യുന്നത്? റിട്ടയർഡായി. റിട്ടയർഡായി. ഹെൽത്ത് സർവീസിലായിരുന്ന ക്ലർക്കായിരുന്നു. അതെ. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ? ആര് ജയിക്കുന്ന തോന്നുന്നത്? എവിടെ? ഏത് മണ്ഡലം? നമ്മുടെ ഇവിടെ കേരളത്തില്. കേരളത്തിൽ പൊതുവെ UDF ആണ്. UDF ജയിക്കാനാണ് സാധ്യത. UDF ജയിച്ചാല് എത്ര സീറ്റ് കിട്ടും? എൻ്റെ ഒരു കണക്കുകൂട്ടൽ പറഞ്ഞാല് ഒരു 78-85 ആണോ? ഉള്ള സാധ്യതയുണ്ട്. അത്രയും അപ്പൊ UDF ജയിച്ചാല് ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? മുഖ്യമന്ത്രി സാധ്യത ആർക്കാ? ഇപ്പോഴത്തെ കളികൾ കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും അർഹത VD സതീശനാണ്. VD സതീശന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ നേരം ഈ കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നടത്തിയ പോരാട്ടങ്ങളും നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങളൊക്കെ അത്ര ശക്തമായിരുന്നു. അന്ന് മറ്റു നേതാക്കന്മാർ അത്ര ശക്തമായിട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ട് VD സതീശൻ ആണ് യഥാർത്ഥത്തിൽ അർഹത. പിന്നെ ഇനി ഇവരുടെ കളികളനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുമോന്ന് അറിയില്ല. ഒരു 5 വർഷം കൊണ്ട് ഈ 5 വർഷം കൊണ്ട് UDFനെ നല്ലൊരു ഇതായ രീതിക്ക് നയിച്ച ഒരു വ്യക്തിയാണ് അല്ലെ? അതുകൊണ്ടാണ് സതീശൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്. സാധ്യത ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? KKS ചെറായി. സാധാരണ പേര് എന്നെ അറിയണം KKS ചെറായി എന്നാ അറിയണം. അതെ. എന്താ ചെയ്യുന്നേ? ഞാൻ റിട്ടയർഡ് പേഴ്സണാണ്. ഞാൻ LBCലായിരുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷനിൽ ആര് ജയിക്കുന്നതാണ് തോന്നുന്നത്? ഞാൻ UDF ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. UDF ജയിക്കുന്നതാണ് തോന്നുന്നത്. എത്ര സീറ്റിന്? ഒരു 78 സീറ്റ് കിട്ടുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാവും? VD സതീശൻ. VD സതീശൻ. There is no doubt. സംശയമില്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഒരു ക്യാപ്ഷനാണല്ലോ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുന്നുള്ള അങ്ങനെ ക്യാപ്ഷനാണ് UDFന്റെ ആ പ്രവർത്തനത്തിന്റെ മുഖ്യ ഘടകം. അപ്പോ ഒരു ശക്തമായ നിലപാടുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും അല്ലേ? എന്തുകൊണ്ട് VD സതീശൻ തന്നെ ആവും? VD സതീശൻ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അദ്ദേഹം നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. വളരെ ആളുകളോട്ട് ഇടപഴകാനായിട്ട് ഏറ്റവും വളരെ സിൻസിയാരിറ്റി എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ ചെറായിയാണ്, പറവൂരാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക തെരഞ്ഞെടുപ്പിലൊക്കെ ആയാലും നല്ലൊരു UDFനെ വിജയത്തിലേക്ക് എത്തിക്കാൻ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞെങ്കിൽ അത് വ്യക്തി കേന്ദ്രീകൃതമാണ് കൂടുതലും. എന്നിരുന്നാലും ഈ ഭരിക്കുന്ന പാർട്ടിനോടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു അത് ആണ് പ്രകടമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് ഈ വൈറ്റില വരെ വരുമ്പോൾ 11 പിണറായിയുടെ മാത്രമുള്ള ബോഡി ഞാൻ കണ്ടു. ഞാൻ എണ്ണിയാണത് ഇന്ന് ജയിലേ. അപ്പോൾ വ്യക്തിയെ കേന്ദ്രീകൃതമാകരുതല്ലോ. ഇപ്പം ഞാൻ പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ജയിലേ. അപ്പോൾ അന്നൊക്കെ ഈ എൻ്റെ ഓർമ്മയിൽ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പടം വെക്കൂല ജയിലേ. വ്യക്തി കേന്ദ്രീകൃതമാണല്ലോ. പക്ഷേ ഇപ്പോൾ അത് വ്യക്തി കേന്ദ്രീകൃതമായി മാറി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഫാത്തിമ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുക. ഈ ഇലക്ഷനിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? UDF ആണെന്നാണ് തോന്നുന്നത്. എത്ര സീറ്റ് കിട്ടും?
അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാലും UDF ജയിച്ചാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അന്ന് രാഷ്ട്രീയത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. എന്നാലും UDF ആയിരിക്കും ചാൻസ്. സാറ് എന്താ പേര്? ഷാജി. നല്ല ചൂടൊക്കെയാണ് ഇത്, രക്ഷയില്ല. ഇപ്പൊ ഇലക്ഷനില് ആര് ജയിക്കുന്ന തോന്നുന്നത്? LDF ജയിക്കുന്നതാണ്. എത്ര സീറ്റിന്? 63, 66. അപ്പൊ ആരായിരിക്കും മുഖ്യമന്ത്രി? പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവും. ഈ ഇലക്ഷൻ ആര് ജയിക്കുമെന്ന് പറഞ്ഞാല് അത് വോട്ട് 4-ാം തീയതി എണ്ണുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ ആര് ജയിക്കുമെന്ന്. എന്നാലും ചേട്ടന്റെ ഒരു അഭിപ്രായം? അത് ജനങ്ങള് വികസനത്തിന് ഉതകുന്ന ഒരു പാർട്ടി ഏതാന്നുള്ള ജനങ്ങള് കഴിഞ്ഞ ദിവസം തന്നെ വിലയിരുത്തി കഴിഞ്ഞു. ഇനി അത് 4-ാം തീയതി ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും വികസനങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അതും കാലാന്തരമായിട്ടുള്ള അത്യാധുനിക സാങ്കേതികമായിട്ടുള്ള നിരവധി മാറ്റങ്ങളാണ് നാട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് അറിവ് നേടി അപ്ഡേറ്റ് ചെയ്ത് പുതിയ തലമുറയെ നയിക്കാൻ പറ്റുന്ന ഒരു സർക്കാരായിരിക്കും വരുന്നത്. VD സതീശനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? VD സതീശനൊക്കെ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ്. ശക്തമായ നിലപാടുള്ള വ്യക്തിയാണ്. ശക്തമായ നിലപാടുകൾ ഉണ്ട് അദ്ദേഹത്തിന്. ഇപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള വിജയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ. അങ്ങനെ ഒരാള് മുഖ്യമന്ത്രി ആകണമെന്ന്, അത് മുഖ്യമന്ത്രി ആകണമെന്ന് ഏത് പാർട്ടിയാണോ വിജയിക്കുന്നത് അവരുടെ കേന്ദ്ര നേതൃത്വം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ. അത് ആര് മുഖ്യമന്ത്രി ആയാലും നമ്മൾ അതിന് അവരെ പിന്തുണയ്ക്കുക എന്നുള്ള ഇതാണ് എൻ്റെ ഒരു പോളിസി. താങ്ക് യു. പേരെന്താ? SP മുരളീധരൻ. എന്താ ചെയ്തേ? ഞാൻ സാഹസിക നീന്തൽ താരമാണ്. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലോട്ടൊക്കെ നീന്തിയ ആദ്യത്തെ മലയാളിയാണ്. അതെ അതെ. താങ്ക് യു. ഓക്കെ. എന്താ പേരെന്താ? എന്റെ പേര് പെണ്ണമ്മ ജോൺ. ഈ ഇലക്ഷനിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? എനിക്ക് തോന്നണ കോൺഗ്രസ് ജയിക്കുന്ന. കോൺഗ്രസ് ജയിക്കുന്ന. എത്ര സീറ്റ്? എത്രയെന്നൊന്നും പറയില്ല, ജയിക്കും. ഉറപ്പ്. അല്ല, നമുക്കൊരു വേറൊരു ഭരണം വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ വോട്ട് മാറി ചെയ്യണത്. ഇനി മാറി മാറി ഭരിക്കട്ടെന്നേ. ഞങ്ങൾക്കൊക്കെ പെൻഷൻ ഒരുപാട് കിട്ടട്ടെ, മാറി മാറി ഭരിക്കട്ടെ എന്നാണ് എൻ്റെ പാർട്ടി. എൻ്റെ നേതാവ് എൻ്റെ പാർട്ടിയുടെ മന്ത്രിയാണ് മുഖ്യമന്ത്രി. പക്ഷേ പുള്ളി കാരണം ഒരുപാട് എന്നാണ് കൊലയും ആ നവീൻ ബാബുവിനെയൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി നല്ലൊരു മനുഷ്യനല്ലേ. അയാളെയൊക്കെ തല്ലി കൊന്നപ്പോൾ കെട്ടിത്തൂക്കിയൊക്കെ സൈഡിൽ നിന്നത് ദിവ്യ എന്ന സ്ത്രീക്ക് വേണ്ടി അനുകൂലമായിട്ട് ഈ മുഖ്യമന്ത്രി ഒന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യൂല. ഇതൊക്കെ ഒത്തുകളിയായിരുന്നു. അതെല്ലാം നമ്മൾ 2 പെൺപിള്ളേരല്ലേ അയാൾക്ക്. അയാൾ ആ കുഞ്ഞുങ്ങളുടെയും ആ തള്ളയുടെയും ഒക്കെ ജീവിതം പോയില്ലേ. അത്രയേ ഉള്ളൂ പറയാൻ. എന്താ പേര്? ഗോപികൃഷ്ണൻ. ഗോപികൃഷ്ണൻ. എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ഒരു വർക്ക് ചെയ്യുക, ഒരു ട്രാവൽ ഏജൻസിയിൽ. അതെ. ഇപ്പൊ ഈ ഇലക്ഷനിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? ജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല ആർക്കും. ചെയ്യട്ടെ. എന്നാലും UDF ആയിരിക്കും. അപ്പൊ UDF ജയിച്ചാല് ആരായിരിക്കും മുഖ്യമന്ത്രി ആവാൻ സാധ്യത? ചെന്നിത്തല സാറോ VD സതീശൻ സാറോ ഒക്കെ ആയിരിക്കും. VD സതീശൻ. VD സതീശനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? കണ്ടതും കേട്ടതും ഒക്കെ വെച്ച് നല്ലൊരു മനുഷ്യനാന്ന് തോന്നുന്നു. ഭരണത്തിൽ വന്നു കഴിയുമ്പോ കണ്ടറിയാം എങ്ങനെ ഇരിക്കുന്നു. എന്തായാലും നന്നാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഈ ഒരു 5 വർഷം UDFനെ നല്ല രീതിക്ക് നയിച്ച ആളല്ലേ വിജയത്തിലേക്ക്. അപ്പൊ മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. പിന്നല്ലാതെ അയാൾ കലക്കുമായിരിക്കും. സതീശനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് ഇപ്പോ നമ്മുടെ മോട്ടോർ വെഹിക്കിൾസിന്റെ ആക്ട് ഒക്കെ അതൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ GST ടാക്സ് ഒക്കെ അടച്ചു വരുന്ന ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നു യൂസ് ചെയ്യുമ്പോഴാണ് അതിന് തെറ്റാവുന്നത്. അതൊക്കെ ഒന്നും കൂടെ നിയമത്തിന്റെ മീൻസ് അണ്ടറിൽ വരും. അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കണം പുള്ളിയൊക്കെ വരണം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളൊക്കെ അറിവുള്ള ആളുകൾ വരട്ടെ. പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിക്ക് അതെ. അതൊക്കെ അവിടെ ഉള്ളവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് പൊതുവേ ഉള്ള ഇപ്പൊ ഈ ഇറച്ചിക്കുന്ന പ്രസ്താവനകളൊക്കെ വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ട് UDF വന്നാല് നന്നായിരിക്കും. LDF എങ്ങനെ നോക്കിയാലും വന്നിട്ട് വലിയ കാര്യമായിരിക്കട്ടെ. ഒരു കാര്യമില്ല. തിരക്കിലായിരുന്നു. എന്താ പേര്?
എന്താ ചെയ്യുന്നത്? പിന്നെ ഇപ്പൊ ആർക്കാ വോട്ട് ചെയ്ത് ഇപ്രാവശ്യം? ഈ പ്രാവശ്യം വോട്ട് ചെയ്തു. ചെയ്തു. ആർക്കാ ചെയ്ത്? ഒരു കൺഫ്യൂഷൻ ആര് ജയിക്കുന്ന തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ്. 3 പാർട്ടിക്കാരും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങൾ. പല അഭിപ്രായം. എന്നാലും ഒരു എന്തെങ്കിലും ആരാ ജയിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും? ജയിക്കാൻ സാധ്യത കൂടുതൽ ഇപ്പൊ വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി സാറിന്റെ ഒരു അദ്ദേഹം ചെയ്തേക്കണ രീതി വെച്ച് നോക്കുമ്പോ ഒക്കെയാണ് പിണറായി തന്നെ മുഖ്യമന്ത്രിയാവും എന്നാണ് തീരുമാനം. എന്റെ ഒരു തീരുമാനം. ചേട്ടാ നമസ്കാരം. എന്താ പേര്? സുരേഷ്. സുരേഷ്. എന്താ നല്ല ചൂടൊക്കെയാണ് അല്ലേ? ഇങ്ങനെ ഓട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഷീറ്റൊക്കെ പൊക്കി വെച്ചിരിക്കണേ. എന്നുവെച്ചാൽ കാറ്റ് കയറുന്നില്ല. വണ്ടിയിൽ ഇരുന്നാൽ ഭയങ്കര ചൂടായിരിക്കും. ഓട്ടത്തിൽ കുഴപ്പമില്ല. ഇപ്രാവശ്യം ആർക്കാ വോട്ട് ചെയ്ത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. പോയില്ല? എന്തുകൊണ്ടാ അത്? എനിക്ക് സുഖയില്ലായിരുന്നു, അതാണ് പോകാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരുന്നു. പോകാൻ പറ്റാത്ത ആരായിരിക്കും ജയിക്കുക? അതൊരു നിർണായകമായ ഇതാണ്, ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. റിസൾട്ട് ആരെയും ഒന്നും പറയാൻ പറ്റണില്ല ഇപ്പൊ, അതാണ് അതേ കണ്ടീഷനിലിരിക്കണേ. എല്ലാരും ഒരുപോലെ എന്നുവെച്ചാ അത് അവരുടെ ആണെങ്കിലും ഇപ്പൊ 2 പാർട്ടിക്കാരുടെ ആണെങ്കിലും ഒരു ഇതൊന്നും നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്നാലും ഇപ്പൊ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ചിലപ്പോ VD സതീശനായിരിക്കും. VD സതീശനായിരിക്കും. പറവൂരത്തെ പറവൂര്. VD സതീശനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അവിടെ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. ഇങ്ങനെ നല്ലൊരു ആള് കുഴപ്പമില്ല. നല്ല വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്റെ ഒരു ഇത് പറഞ്ഞാട്ടെ, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, അവരുടെ തീരുമാനങ്ങളൊക്കെ എന്താന്ന് അറിയില്ല. അല്ല അങ്ങനെ തന്നെയല്ലേ, നല്ല കാര്യങ്ങളല്ലേ. ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവുമെന്നുള്ളതാണ് പറച്ചില്. UDF ജയിക്കാൻ വേണ്ടിട്ട് ഈ 5 വർഷം നന്നായി പ്രയത്നിച്ച ആളല്ലേ? അതെ, അതുകൊണ്ട് തൃക്കാക്കര, പുതുപ്പള്ളി, അവിടെയൊക്കെ പുള്ളിക്ക് വലിയ കുഴപ്പമില്ല. എന്താ പേര്? അഭിലാഷ്. അഭിലാഷ്. എന്താ ചെയ്യുന്നത്? സിനിമയില് പ്രൊഫഷണൽ. ആണോ? ഓ ശരി. വോട്ടൊക്കെ ചെയ്തില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആര് ജയിക്കുന്ന തോന്നുന്നത്? റിസൾട്ട് വരുമല്ലേ? ആർക്കാ വോട്ട് ചെയ്തത്? ഒരു പുരോഗമനം ചിന്തിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷിക്കാം, അതാണ് നല്ലത്. ശരിയല്ലേ? അതെ അതെ. കാരണം ഇപ്പൊ ചെയ്ത സർക്കാരിൽ കൂടുതൽ ആരെന്ത് തരുന്നു അവർക്ക് കൊടുക്കണം, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു തരണം. ശരിയാണോ? എനിക്ക് തോന്നിയതാണ്. കാരണം ഇപ്പൊ LDF സർക്കാർ 10 വർഷം ഭരിച്ചു, അവരിത്രയും തന്നു എന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന സർക്കാർ എന്ത് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരോട് നിൽക്കുക, അതാണ് തീർച്ചയായിട്ടും. UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയാവുക? അവരെന്നെ തീരുമാനിക്കട്ടെ. യൂത്തിന് കൊടുത്താൽ അത്രയും നല്ലത്. എന്നാലും ഇപ്പോ 3 പേര്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവരുടെ പേര് വരുന്നുണ്ട്. ഒന്നുകില് പിന്നെ VD സതീശനോ അല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. കാരണം അവരല്ലേ പ്രതിപക്ഷത്തിൽ നിന്ന് ഇത്രയും ഘോര പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവർക്കല്ലേ ഇനി എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റൂ. വേണുഗോപാൽ വന്നിട്ട് ഇനി തുടങ്ങണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് ഇവർക്കറിയാലോ. ഇപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ അറിയാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കുറവുണ്ടെന്ന്. അപ്പോൾ അയാളെ ആക്കിയാൽ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ഈ വേണുഗോപാലിനെ പഠിപ്പിക്കേണ്ടി വരും. അതല്ലേ ശരി. ഇപ്പൊ എല്ലാവരും 4-ാം തീയതി റിസൾട്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ ആർക്കും ക്ഷമയില്ല. എല്ലാവർക്കും ഇപ്പൊ എന്താണ് ഇതിന്റെ ഈ ചോദ്യത്തിന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞു, 4-ാം തീയതി റിസൾട്ട് വരും. ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും, ഉറപ്പാണ്. ഇതിനകത്ത് ഇപ്പൊ LDF ജയിക്കുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം ഈ പറഞ്ഞ കണക്ക് LDF ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും LDF തിരിച്ചു വരും. ഇല്ല, ഇതിൽ കൂടുതൽ കോൺഗ്രസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് വരും. അല്ല BJP-ക്കാര് അവർ ഇതിലും കൂടുതൽ കൊടുക്കുന്നു പറഞ്ഞാൽ അവര് വരും. ഇതിലേതെങ്കിലും സംഭവിക്കണം. എന്തായാലും അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ. VD സതീശനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഞാൻ കണ്ടത് ഈ ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ ബഹുമാനം കൂടെ അല്ലെങ്കിൽ പ്രതിപക്ഷം കൂടെ ഉള്ളതാണ് ജനാധിപത്യം. ആ ഒരു ജനാധിപത്യത്തിന് VD സതീശൻ എന്ത് പ്രതിപക്ഷ ഇതാണ് ഉണ്ടാക്കിയത്? ഇപ്പം
എല്ലാ ആരോപണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അന്ന് അതിനൊരു കഴമ്പില്ല. നമ്മളെല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ടല്ലേ അവർ ആരോപണം ഉന്നയിക്കുന്നത്. ഉന്നയിച്ച ആരോപണങ്ങളെ ഒരു കഴമ്പിനോട് കൂടി അതിനൊരു തെളിവ് കൊണ്ടുവരണ്ടേ. അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾ ആരോപിച്ചതിൻ്റെ മറുപടി ഇതാണ്. ഇതിപ്പം പിന്നെ മാധ്യമങ്ങളാരും പറയുന്നില്ല, പ്രതിപക്ഷ നേതാവാരും പറയുന്നില്ല, അല്ലെങ്കിൽ ഭരണപക്ഷ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പം അവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യം പ്രതിപക്ഷം ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം അത് തെളിയിച്ച് കാണിക്കുന്നില്ല. പിന്നെ ഇത് എന്തുവാണ്? നമ്മളെല്ലാവരും ഈ വോട്ട് ചെയ്യാമെന്ന്, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിനകത്തൊക്കെ എന്താണ് വാസ്തു? നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് 5 വർഷം കൂടുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്താണ്? ഇപ്പം പ്രതിപക്ഷം പറയുന്നിപ്പോൾ ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ? പിന്നെ എന്തുവാ വയനാട്ടിലെ ചൂരൽമലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ഉണ്ടാക്കിയ ബിൽഡിങ്ങിനകത്തെല്ലാം ചോർച്ച. ഇതൊരു ചോർച്ച, അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനൊരു ടൗൺഷിപ്പ് വികസനത്തിനൊരു ചോർച്ച വന്നു. അത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ PWD ആണോ ചെയ്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രാക്ട് ചെയ്താണ് അവർക്കെതിരെ നടപടിക്ക് പോകേണ്ടത്. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന കക്ഷി എന്താ ചെയ്യേണ്ടത്? ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുമ്പോട്ട് അവരല്ലേ ചെയ്യുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി PWD റിയാസ് വന്നിരുന്നാണ് അത് പണിയുന്നത്. അല്ലല്ലോ, റിയാസ് കൊടുക്കുന്നു, ഉത്തരവാദിത്തത്തോടുകൂടി ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നു, ഉദ്യോഗസ്ഥരെ ഒന്ന് പണിയെടുപ്പിക്കണം. അല്ലാതെ കൊടുന്നതിനെല്ലാം പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയാം, മന്ത്രി ഉത്തരം പറയാം. മന്ത്രിക്ക് എന്താ അറിയാം? ഇന്നാണ് ഒരു സിനിമയെ ചോദിക്കുന്ന കണക്ക് പിന്നെ വിദ്യുച്ഛക്തി മന്ത്രിയാവാൻ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടോ? വേണ്ട. വെള്ളത്തിൽ തൊട്ടാൽ കറണ്ട് അടിക്കത്തില്ല. എന്നാൽ എന്തുകൊണ്ട് കറണ്ടിൽ തൊട്ടാൽ കറണ്ട് അടിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശരിയല്ലല്ലോ അതിനകത്ത്. അപ്പോൾ അതാണ് കാര്യം, വേറൊന്നുമില്ല. എന്തായാലും വരട്ടെ, 4-ാം തീയതി കഴിയുമ്പോൾ. താങ്ക് യു. ആർക്കാ വോട്ട് ചെയ്ത്? എന്നാലും ആര് ജയിക്കുന്നത് തോന്നുന്നു? ഇപ്പോഴത്തെ രീതി വെച്ചിപ്പം ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ കാരണം ഇപ്പോൾ 10 വർഷം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ട് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഒരു നേട്ടമില്ല. കാരണം ഒന്നാമതായിട്ട് ഈ വർഗീയത പറയുന്നതെന്ന് വിചാരിക്കുക, പട്ടികജാതി പട്ടികവർഗ ദുർബല ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം സംസ്ഥാന ഗവൺമെൻറ് ലാപ്സ് ആക്കിക്കൊണ്ടിരിക്കുക. കാരണം MBBS പഠിക്കുന്നതും അതുപോലെ ഇതര വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പട്ടികജാതി പട്ടികവർഗാനും വനമേഖലകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുന്നില്ല. അവരും വീണ്ടും ഇവിടുത്തെ ഈ ഒരു അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ഇവിടുത്തെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഭരണാധികാരി വർഗം. അതായത് പുള്ളി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഹിന്ദു അല്ലെങ്കിലും ഒരു സവർണ മനോഭാവമായിട്ടൊരു ചിന്തിക്കുന്ന പണ്ടത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതി ഇങ്ങോട്ട് ചിന്തിക്കുകയാണ്. അപ്പം പണ്ടത്തെ ആ വിദ്യാഭ്യാസം ചെയ്യാൻ വെറുതെ സാധാരണ ജനങ്ങൾ വിദ്യാഭ്യാസം ചെയ്യരുത്, പാടത്തും പറമ്പിലും പണിയെടുത്തോണം, ഇങ്ങനെയുള്ള രീതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം 5 കോടി രൂപ 15 കോടി രൂപയോളം പുള്ളി ലാപ്സാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള ജനവിഭാഗങ്ങളെ ലത്തീൻ കത്തോലിക്കായെ വെച്ച് നോക്കുമ്പോഴും ഇവിടുത്തെ ഓർത്തഡോക്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ സ്ഥാപനങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇവരുടെ എല്ലാം പഠിപ്പിക്കുന്നവരാണെങ്കിലും സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെയുള്ള അടിമതികളോ റാഗിങ്ങോ ഒരു പരിപാടിയോ ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടുതലും മെച്ചപ്പെട്ട ഒരു സാമൂഹിക വ്യവസ്ഥിതി നമുക്ക് വരണം. അത് ഇന്നയാൾ വരണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ രീതി ഇതാണല്ലോ. കാരണം ഇപ്പം തന്നെ അറിയാമല്ലോ, ഭരണം മോശമായിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി വനിതകൾക്ക് ഒരു പ്രത്യേക രീതിയിൽ 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ വരുന്ന രീതി. പിന്നെ ഇവിടുത്തെ ഈ അംഗനവാടി പോലെ സ്ത്രീകൾ നോക്കുന്ന അവർ 100 രൂപ ചോദിച്ചപ്പം കൊടുത്തില്ല. പക്ഷേ ഇവിടുത്തെ കർഷക തൊഴിലാളികൾക്കും ജയിലിൽ കിടക്കുന്നവനും ശമ്പളം കൂടുതൽ കൊടുത്തത് 10 കോടി 20 കോടി മിച്ചമായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബസ്സയിലും അവിടെ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് വലിയ നേട്ടമുണ്ട്. ഈ സാധനം ജനങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും വില കൂടുതൽ, മൊത്തം വില കൂടുതൽ. അതിപ്പം ഈ കോൺഗ്രസ് വന്നാലും ശരി, കമ്മ്യൂണിസ്റ്റ് വന്നാലും ശരി, സംഗതി ഇങ്ങനെ കൂടിക്കൂടി വന്നാലും ഇതേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ വിദ്യാഭ്യാസ മേഖല വന്ന് വരുമ്പോഴത്തേക്ക് സാധാരണ ജനങ്ങളിലേക്ക് വരുന്ന ആ വ്യവസ്ഥതയാണ് ശരിയല്ല. കാരണം നമുക്ക് ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് താല്പര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു രീതിയിലും ഈ പണം പുള്ളിയുടെ അല്ലല്ലോ, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് പിള്ളേരുടെ പഠിക്കും. മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് അവരുടെ ശമ്പളവും ഭക്ഷണത്തിൻ്റെ പൈസയിലാവുന്ന പിള്ളേരെ പഠനം നിന്ന് പോയി. അപ്പോൾ ഇവർ പിന്നെ എന്ത് പണിക്ക് പോകും? 2-3 വർഷം പഠിച്ച പിള്ളേർ സർട്ടിഫിക്കറ്റും കൊടുക്കുകയല്ലോ അവർ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ആ മനോഭാവം എങ്ങനെയുണ്ട്? ഇവിടെ ഏതെങ്കിലും ഒരു മുതലാളിയല്ലാത്ത നേതാവുണ്ടോ? ഒന്നുമില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര കോടീശ്വരന്മാരാണ്. ഇവിടുത്തെ ബൂർഷായ ഭയങ്കരം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നമ്മുടെ ഈ BJP ഇപ്പോഴത്തെ പുള്ളി റാവുമില്ല, പുതിയ ബാംഗ്ലൂർ മത്സരിച്ച് ഒരു ഇപ്പം വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള
കോട്ടയം ജില്ലാ സെക്രട്ടറി. ആ പുള്ളി ഭയങ്കര മുതലാളി, ഭയങ്കര കാശുകാരനാണ്, ഭയങ്കര തട്ടിപ്പ് നടത്തിയിട്ട് ഇപ്പം BJP നിൽക്കുന്നത്. ഞാൻ പറയുന്നല്ലേ, ഈ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന നമ്മൾ വായിച്ച് മനസ്സിലാക്കി. അപ്പം അങ്ങനെയുള്ള രീതി കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു പുതിയൊരു ഭരണ സംവിധാനം ഇടതുപക്ഷം ഇനി ഭരിക്കാൻ രക്ഷയില്ല. കാരണം ഭരണം കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഇത് കണ്ട് അഴിമതിയെല്ലാം ചെയ്തുകൊണ്ടേ. പിന്നെ VD സതീശൻ വലിയ മെച്ചമൊന്നുമില്ല. പിന്നെയുള്ളത് ഈ BJP. അത് BJP പറഞ്ഞ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്.